ഹലോ, അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു 4 സവാളൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായി വഴറ്റോട്ടോ. വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം വഴറ്റുക. ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതുപോലെ ചതച്ചിട്ട് അതിലേക്ക് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അങ്ങനെ കഷ്ണമാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. പച്ചമുളക് അരയ്ക്കുന്നില്ല കേട്ടോ, എരിവ് കൂടി പോയാലോ. ഇനി അതിലേക്ക് മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ 2 സ്പൂണ് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് കേട്ടോ, കൂടി പോകണ്ട, ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. എൻ്റെ അമ്മ ഇത് നല്ല പണിയിലാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ തക്കാളി ഇതേപോലെ അരിഞ്ഞ് അതിലേക്ക് ഇടുക. അതിനിടയിൽ കൃതിമോൾ സൺസ്ക്രീൻ ലോഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി മസാല ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അതിൻ്റെ പച്ചമണം ഇങ്ങനെ പച്ചമണം ചിലത് മസാല നമുക്ക് സ്മെല്ലടിച്ചാൽ അറിയാമല്ലോ, അത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെയും ഒരുപാട് വഴറ്റി അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ആവശ്യത്തിന് 10 രൂപയുടെ പാക്കറ്റ് അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 10 രൂപയുടെ ചിക്കൻ മസാല മൊത്തം അതിലിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം വഴറ്റി ലാസ്റ്റ് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളം നല്ലോണം ഇറങ്ങിയിട്ട് അത് തന്നെയാണ്, നമ്മൾ അധികം വെള്ളം വെക്കില്ല, ആ ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ട് അതാണ് കേട്ടോ ഉപയോഗിക്കുക. അതിനിടയിൽ കൃതിമോള് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ചെറുപഴം. അപ്പോൾ അത് തന്നെയാണ് ആൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തു. ചിക്കൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൃതിമോൾക്ക് ഒരു കോഴിമുട്ടൊക്കെ ബോയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ കൃതിമോളുടെ അടുക്കളയിൽ വന്നുള്ള പരിപാടി. അപകടകരമാണെന്നറിയാം. ഇതായിരുന്നു കേട്ടോ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ.